നീ സഭായം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഉപദേശിയുടെ കുറ്റം പറയുക, പാര വെക്കുക, ഫോൺ ചെയ്യുന്നതെല്ലാം കൊച്ചം കേട്ടോണ്ടിരിക്കുക. അവനിങ്ങനെ കമ്പ്യൂട്ടറിൽ നോക്കുന്നെങ്കിൽ ഇടയ്ക്ക് നിന്നെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവൻ നട്സ് അടിക്കുക, എന്നെ ഇട്ട് ഞാൻ നോക്കും. എൻ്റെ തീന്മേശയുടെ മുൻപിൽ വന്നേ സഭായം, ഞാൻ ഉദാഹരണമായി പറയുന്നത്, സഭായം കഴിഞ്ഞ് അന്നത്തെ ആരാധന പ്രസംഗിച്ച് ഉപദേശി സാക്ഷി പറഞ്ഞ വിശ്വാസി ദൈവദാസൻ അവരെ പറ്റി ആക്ഷേപിക്കുന്നത്, അപമാനം പറയുന്നതിന്റെ സന്തതി കേട്ടോണ്ടിരിക്കുക. ഇത് കഴിഞ്ഞേച്ച് വൈകിട്ടത്തെ പരസ്യോധന നീ ആ തമ്പകരടിച്ച് വരുവീ നീ അന്നേരം ചെറുക്കൻ പറ മുമ്പ് ഞാൻ കണ്ടതുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പം. അത് കഴിഞ്ഞ് വൈകിട്ട് കാത്തിരിപ്പ് യോഗത്തിന് നീ മറുഭാഷയും തമ്പേറ് തല്ലി ഒരു വശം പൊട്ടിച്ചു. ഇത് രണ്ടും നിന്റെ സന്തതി കണ്ടോണ്ടിരിക്കുക. എങ്ങനെ ഈ സന്തതി ഗുണമാകും? ചെല്ലു പറയുന്നുണ്ട് പിള്ളേരെല്ലാം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. നമ്മുടെ സഭയിൽ പിള്ളേര് വരുന്നില്ല. എങ്ങനെ വരും? നീ സഭയിൽ വന്ന് കാലുമേ കയ്യും വെച്ച് തള്ളവരലും വിറപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ തോണ്ടി മാന്തി കണ്ടിട്ട് രാമങ്കാക്കി ഇരിക്കും പോലെ ഇരിക്കുക. നിന്നെ കണ്ടല്ലോ അതിന്റെ സന്തതി വളരുന്നേ. എന്നെ എല്ലാരും പരുങ്ങുന്നേ. ബാക്കി നാളെ ഇത് പിടിപ്പിക്കത്തില്ല. നാളെ ഞാനാ ഇന്നിപ്പോ ലോകമെല്ലാം കേൾക്കട്ടെ. സകല എണ്ണത്തിനോടും കൂടാ പറയുന്നത്, നീ മക്കളുടെ മുമ്പിൽ മര്യാദയ്ക്കും മാനമായിട്ടും യോഗ്യമായിട്ടും മാതൃകാപരമായി നിന്നില്ലെങ്കിൽ നിന്റെ സന്തതി വഴിപഴയ്ക്കും. സ്തോത്രം, സ്തോത്രം. എനിക്കൂടെ ഉള്ള ദൂരാണ്. അപ്പ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നത്, മോൻ പള്ളി കയറുന്നില്ല, അത് വലിയ അത്ഭുതമൊന്നും അല്ലല്ലോ. അവൻ പറയും ഞാൻ അവിടെ കളിക്കാരെങ്ങാനും പോരുന്നത് എന്തെങ്കിലും അവിടെ ചെന്ന് എന്തിനാ വഴക്ക് കേൾക്കുന്നത്? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എന്റെ പ്രിയരെ, മാതാപിതാക്കളോടുള്ള ദൂത പ്രാരംഭത്തിൽ മാതൃകയോടെ ജീവിച്ചോണം പിള്ളേരുടെ മുന്നിൽ. സ്തോത്രം, സ്തോത്രം. ആ ഭാഗം ഞാൻ അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ അപ്പൻ ഞാൻ എന്നെ കണ്ണ് കാണിക്കുന്നത് പറഞ്ഞോളാം. ഞാൻ പറയാ എൻ്റെ കൂടെ നിന്നോണം. അവിടെ എനിക്ക് നമ്മൾ ഓടനാവട്ടത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഒന്നുകൂടെ പറയാ, പിള്ളേരുടെ മുമ്പിൽ മാതൃകയോടെ ജീവിച്ചോണം. പിള്ളേർ ചിലപ്പോൾ പൊട്ടം കളിച്ചിരിക്കും, ശ്രദ്ധിക്കാതിരിക്കും. അവർ ശ്രദ്ധിക്കാതെയല്ല, അവരാ നന്നായിട്ട് ശ്രദ്ധിക്കുന്നത്.